ഇപ്പോഴും എനിക്ക് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടേതുമായ ഒരു മനോഭാവമാണ്. എനിക്ക് ഇടയ്ക്കുണ്ടായിട്ടുള്ള ആ ദുഃഖങ്ങളെല്ലാം മാറുകയാണെന്നാണ് എൻ്റെ ബോധ്യം. ഏതായാലും ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മുൻഗണന കർത്താവായ ക്രിസ്തുവിനാണ്. മനുഷ്യരക്ഷ കൊണ്ടുവന്ന കർത്താവായ ക്രിസ്തുവിന്, അതുപോലെ തന്നെ അവിടുത്തെ രാജ്യമായിട്ടുള്ള ഈ ലോകത്തിലെ അവിടുത്തെ രാജ്യമായിട്ടുള്ള സഭയാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. നമ്മൾ വ്യക്തികളായിട്ട് ശുശ്രൂഷകർ മാത്രമാണ്, കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി ഞാൻ ഈ ദുഃഖത്തെയും ഏറ്റെടുക്കുന്നു. പുതുതായിട്ട് സഭയിലേക്ക് വരുന്ന വൈദികരോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കർത്താവായ ക്രിസ്തുവിൽ അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കുകയും അവിടുത്തെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കേണ്ടവരുമാണ്. അവിടുത്തോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ സഭയാകുന്ന കൂട്ടായ്മയിൽ ജീവിക്കുവാനും എല്ലാവിധത്തിലുമുള്ള സുവിശേഷ വേല ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കണം. കർത്താവിനെ കൈവിട്ടുകൊണ്ട് സഭയെ പരിത്യജിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാം വൃഥാവിലായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവായ യേശുമിശിഹാ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ കർത്താവായ യേശുമിശിഹായിൽ വിശ്വസിക്കുക, സഭയുടെ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുക, അതുവഴി ലോകത്തിന് സേവനം ചെയ്യുവാൻ പരിശ്രമിക്കുക. എല്ലാ മനുഷ്യരുടെയും സമാധാനവും സന്തോഷവുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സുവിശേഷം നൽകുന്ന സന്തോഷം നിങ്ങളിലൂടെ ഈ ലോകത്തിന് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.